നമസ്കാരം. പൊതുമേഖലാ സ്ഥാപനമായ CMRL നിന്നും മാസപ്പടിയായി കൈപ്പറ്റിയ തുകയിൽ വലിയൊരു പങ്ക് ശശിധരൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കൈമാറിയതായി വ്യക്തമാക്കുന്ന ബാങ്കിംഗ് രേഖകൾ പുറത്ത്. CMRL നിന്നും പ്രതിഫലമായി ലഭിച്ച മൊത്തം 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ എംപവർ ഇന്ത്യയിലേക്ക് എക്സാലോജിക് കമ്പനി വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ചേർത്ത അക്കൗണ്ട് കൈമാറ്റ ചാർട്ടുകളിലാണ് ഈ നിർണായക വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. CMRL നിന്നും ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും വളരെ കൃത്യമായ ഇടവേളകളിൽ ഈ തുക എംപവർ ഇന്ത്യക്കും കൈമാറിയിരുന്നതായി ഈ ഔദ്യോഗിക ചാർട്ടുകൾ സൂചിപ്പിക്കുന്നു. പണം അക്കൗണ്ടിൽ വന്ന് 4 മുതൽ 21 ദിവസം വരെയുള്ള ചുരുങ്ങിയ ഇടവേളകളിലാണ് ഈ തുക മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വീണയ്ക്ക് വ്യക്തിപരമായി 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചുകിട്ടുന്നതിനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ വഴിവിട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഈ ബാങ്കിംഗ് രേഖകൾ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. കർത്തായുടെ വ്യക്തിപരമായ കടം ഇത്തരത്തിൽ വീട്ടിയതിന് പുറമെ ബാക്കി വരുന്ന 2.33 കോടി രൂപ വീണയുടെയും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുടെയും കയ്യിൽ നേരിട്ട് എത്തിയിട്ടുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ആവശ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2019 ഫെബ്രുവരി മാസം വരെ എക്സാലോജിക്കിനും 2020 വരെ വീണയ്ക്കും CMRL കൃത്യമായി പ്രതിഫലം നൽകി പോന്നിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ 2020-21 സാമ്പത്തിക വർഷത്തിൽ കമ്പനി കടുത്ത നഷ്ടത്തിലാവുകയും തുടർന്ന് അടച്ചുപൂട്ടേണ്ടി വരികയുമാണ് ഉണ്ടായത്. CMRL നിന്നും കൈപ്പറ്റിയ 2.33 കോടി രൂപ വീണ തന്റെ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്കായി ഔദ്യോഗികമായി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക എങ്ങോട്ടേക്കാണ് പോയത് എന്നതിനെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. വീണയ്ക്ക് വ്യക്തിഗതമായി 5 ലക്ഷം രൂപയും വീണ മാത്രം പൂർണ്ണ ഉടമസ്ഥയായ എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL പ്രതിഫലമായി നൽകിയിരുന്നത്. എക്സാലോജിക്കുമായി CMRL ഔദ്യോഗികമായി കരാറിലെത്തുന്നത് 2017 തുടക്കത്തിലാണ്. ആ വർഷം മെയ് മാസം മുതൽ 2019 ജനുവരി വരെയുള്ള കാലയളവിൽ CMRL നിന്ന് ലഭിച്ച മാസപ്പടിയാണ് എക്സാലോജിക് ഒട്ടും സമയം കളയാതെ നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൃത്യമായി കൈമാറിയത്. 2017 മെയ് 4-ന് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ വെറും 5 ദിവസങ്ങൾക്ക് ശേഷം മെയ് 9-ന് തന്നെ എംപവർ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. ഇതേ രീതിയിലാണ് ഏതാനും ദിവസങ്ങളുടെ മാത്രം ഇടവേളകളിൽ തുകകൾ നിരന്തരമായി കൈമാറിക്കൊണ്ടിരുന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ ബാങ്കിംഗ് ചാർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്ന 2019 ജനുവരി മാസം വരെ ഈ തുകകൾ വളരെ കൃത്യമായി എക്സാലോജിക്കിന് നൽകിയിരുന്നു. ആദായ നികുതി വകുപ്പ് പരിശോധനയ്ക്ക് എത്തുമ്പോഴേക്കും 45 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്നും എംപവർ ഇന്ത്യയിലേക്ക് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. CMRLുമായി കരാർ ഒപ്പുവെക്കുന്നതിന് മുൻപ് 2016 നവംബറിൽ എക്സാലോജിക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചിരുന്നു. ഇതും കൂടി ചേർത്താൽ ആകെ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്നും എംപവറിന് തിരിച്ചടവായി ലഭിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 12% പലിശയ്ക്കായിരുന്നു 50 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പയായി നൽകിയിരുന്നത്. ആദായ നികുതി വകുപ്പിന്റെ അപ്രതീക്ഷിതമായ റെയ്ഡ് നടന്നില്ലായിരുന്നെങ്കിൽ ഈ വായ്പയുടെ പലിശ തുക കൂടി CMRLന്റെ ചെലവിൽ എക്സാലോജിക്കിൽ നിന്ന് നിയമവിരുദ്ധമായി ഈടാക്കാൻ കർത്തായുടെ എംപവർ കമ്പനിക്ക് സാധിക്കുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്.